ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. കോഴിക്കോട് കോർപ്പറേഷനിൽ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സമീപ പഞ്ചായത്തായ കുന്ദമംഗലത്തും ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി. മുണ്ടിക്കൽ താഴത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ച കുട്ടിയുടെ ബന്ധുക്കളായ ചിലർക്ക് ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്നാണ് കുന്ദമംഗലം ഗ്രാമപഞ്ചായത്തിലെ ചില വാർഡുകളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ചെറിയ ലക്ഷണങ്ങളാണ് ഉള്ളത്. കുട്ടികൾ ഉൾപ്പെടെ 9ഓളം പേർക്കാണ് ലക്ഷണങ്ങൾ കണ്ടത്. എല്ലാവരുടെയും ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ നാരായണൻ നായിക് അറിയിച്ചു. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധിയാണ് ഷിഗല്ല. വയറിളക്കം, വയറുവേദന, ഛർദി, പനി, ക്ഷീണം, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. മലിനജലത്തിലൂടെയും കേടായ ഭക്ഷണങ്ങളിലൂടെയുമാണ് രോഗം പകരുന്നതെന്നും മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. കേരളത്തിൽ ഇന്ന് 3423 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി മന്ത്രി കെ ശൈലജ. കൂടുതൽ വിവരങ്ങളുമായി ശ്രീലത. ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് മലപ്പുറം 626, കോഴിക്കോട് 507, എറണാകുളം 377, പാലക്കാട് 305, തൃശൂർ 259, ആലപ്പുഴ 242, കൊല്ലം 234, തിരുവനന്തപുരം 222, കോട്ടയം 217, കണ്ണൂർ 159, പത്തനംതിട്ട 112, വയനാട് 65, ഇടുക്കി 55, കാസർഗോഡ് 43 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 34,847 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.82 ആണ്. 27 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2843 രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4494 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി. ഇന്ന് 8 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ആലപ്പുഴ ജില്ലയിലെ ബുധനാർ കണ്ടെയ്ൻമെന്റ് സോൺ സബ് വാർഡ് 10, കായംകുളം മുനിസിപ്പാലിറ്റി 18, പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ 4, 5, 8, ചെറുകോൽ 6, സീതത്തോട് 6, തെള്ളിയൂർ സബ് വാർഡ് 7, കോട്ടയം ജില്ലയിലെ അയ്മനം 20, കാസർഗോഡ് ജില്ലയിലെ ബാല്ലൂർ 11 എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. ഇന്ന് 9 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ ആകെ 457 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കൊല്ലം ജില്ലയിൽ ഇന്ന് 234 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. സമ്പർക്കം മൂലം 233 പേർക്കും ഉറവിടം വ്യക്തമല്ലാത്ത ഒരാൾക്കും രോഗം സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഇന്ന് 333 പേർ രോഗമുക്തി നേടി. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 723 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 284 പേരാണ്. 23 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 2213 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും ഈ മാസം 31 വരെ റദ്ദാക്കിയതായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. ബ്രിട്ടനിൽ കോവിഡ് സ്ഥിതിഗതികൾ രൂക്ഷമായതിനെ തുടർന്നാണ് നടപടി. മുൻകരുതലുകളുടെ ഭാഗമായി ചൊവ്വാഴ്ച അർദ്ധരാത്രിക്ക് മുൻപായി യുകെയിൽ നിന്നെത്തുന്ന എല്ലാ യാത്രക്കാരും വിമാനത്താവളങ്ങളിൽ എത്തുമ്പോൾ നിർബന്ധിത RT-PCR പരിശോധനയ്ക്ക് വിധേയരാകണം. യുകെ വഴി വരുന്ന വിമാന യാത്രക്കാർക്കും പരിശോധന നിർബന്ധമാണ്. കൊച്ചി മെട്രോ സർവീസ് നാളെ മുതൽ രാത്രി 10 മണിവരെയാക്കാൻ തീരുമാനിച്ചു. നിലവിൽ രാവിലെ 6 മണി മുതൽ രാത്രി 9 മണിവരെയാണ് സർവീസ് നടത്തുന്നത്. യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച് സമയം പിന്നീട് പുനഃക്രമീകരിക്കാനും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രതിദിനം 21,000 പേരാണ് മെട്രോ സർവീസ് ഉപയോഗപ്പെടുത്തുന്നത്. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 95.93%. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 25,000-ലധികം പേരാണ് രോഗമുക്തി നേടിയത്. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 96,06,000-ലധികമായി. നിലവിൽ രാജ്യത്ത് 3,03,000-ഓളം കോവിഡ് രോഗികളാണ് ഉള്ളത്. ലോകത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 7,71,00,000 കടന്നു. 5,40,00,000-ലധികം ആളുകൾ രോഗമുക്തരായി. 16,99,000-ലേറെ പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഏറ്റവും അധികം രോഗബാധിതരുള്ള അമേരിക്കയിൽ 73,00,000-ലധികം ആളുകളാണ് നിലവിൽ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി HIV-0 സർവൈലൻസ് സെന്റർ ആരംഭിക്കുന്നതിന് 59 ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി കെ ശൈലജ. HIV വിമുക്തമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി സാമൂഹ്യക്ഷേമ ബോർഡ് വഴി തിരുവനന്തപുരം, എറണാകുളം, കാസർഗോഡ് ജില്ലകളിലാണ് HIV-0 സർവൈലൻസ് സെന്റർ ആരംഭിക്കുന്നത്. കോവിഡ്-19 വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭയിൽ വിവാഹ രജിസ്ട്രേഷന് സമയം മുൻകൂർ ബുക്ക് ചെയ്യുന്നതിന് ക്രമീകരണമൊരുക്കി. വിവാഹ രജിസ്ട്രേഷനു വേണ്ടി പുതിയ കൌണ്ടറും ക്രമീകരിച്ചിട്ടുണ്ട്.
പ്രതിദിനം 20 വിവാഹങ്ങൾ വരെ രജിസ്റ്റർ ചെയ്യുന്നതിന് സൌകര്യമൊരുക്കിയിട്ടുണ്ട്. വിവാഹ രജിസ്ട്രേഷനുള്ള സമയം അനുവദിച്ച് കിട്ടുന്നതിനായി നഗരസഭാ കോൾ സെന്ററിൽ ബന്ധപ്പെടാവുന്നതാണ്. കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് കവയത്രി സുഗതകുമാരി, കോൺഗ്രസ് നേതാവ് VM സുധീരൻ എന്നിവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കർഷക പ്രശ്നം പരിഹരിക്കാനുള്ള അടുത്ത ഘട്ട ചർച്ചയ്ക്കായി തീയതി നിശ്ചയിക്കാൻ സർക്കാർ കർഷക പ്രതിനിധികളോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര കാർഷിക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി വിവേക് അഗർവാളാണ് ഇത് സംബന്ധിച്ച് കർഷക സംഘടനകൾക്ക് കത്തയച്ചത്. കർഷകർ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും ഉചിതമായ പരിഹാരം കാണുന്നതിന് തുറന്ന മനസ്സോടെയാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ അടുത്ത ചർച്ച സംഘടിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഈ മാസം 23-ന് ചേരും. സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ ഇന്നു ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പാർലമെന്റ് ഈയിടെ പാസാക്കിയ 3 കർഷക നിയമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് പ്രത്യേക സമ്മേളനം വിളിക്കുന്നത്. സംസ്ഥാനത്ത് ബാറുകളും ബിയർ, വൈൻ പാർലറുകളും തുറക്കുന്നതിന് സർക്കാർ ഉത്തരവായി. ചീഫ് സെക്രട്ടറിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. സംസ്ഥാനത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതികൾ നിലവിൽ വന്നു. സംസ്ഥാനത്തൊട്ടാകെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. കോർപ്പറേഷനുകളിൽ കളക്ടർമാരും മുനിസിപ്പാലിറ്റികളിൽ കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ള വരണാധികാരികളും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്തുകളിലും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ആദ്യ യോഗവും ഇന്ന് ചേർന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ചടങ്ങുകൾ. മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനുകളിലെയും അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഈ മാസം 28-ന് രാവിലെ 11-നും ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് 2-നും നടത്തും. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് 30-ന് രാവിലെ 11-നും ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് 2-നുമാണ്. കൊല്ലത്ത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു ചടങ്ങുകൾ. സത്യപ്രതിജ്ഞ ചെയ്ത 2 ജനപ്രതിനിധികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 000 ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ ആരോഗ്യ വിഭാഗം നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് രോഗം കണ്ടെത്താനായത്. സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന ജെൻഡർ പാർക്കും UN വിമനും ധാരണാപത്രം ഒപ്പുവച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ UN വിമൻ ഡെപ്യൂട്ടി റെപ്രസന്റേറ്റീവ് നിഷിത സത്യവും ജെൻഡർ പാർക്ക് CEO PTM സുനീഷുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. പത്മരാജൻ മെമ്മോറിയൽ ട്രസ്റ്റ് നൽകിവരുന്ന പത്മരാജൻ ചലച്ചിത്ര സാഹിത്യ പുരസ്കാര ദാന ചടങ്ങ് തൃശൂരിൽ സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ന്യൂനപക്ഷ ക്ഷേമത്തിനായി നടപ്പാക്കുന്ന പ്രധാനമന്ത്രിയുടെ 15 പദ്ധതിയുടെ തിരുവനന്തപുരത്ത് നടന്ന അവലോകന യോഗത്തിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ ആദിഫ് റഷീദ് സംബന്ധിച്ചു. ന്യൂനപക്ഷ വിഭാഗത്തിലെ പ്രമുഖ വ്യക്തികളുമായി അദ്ദേഹം കൂടിക്കാഴ്ചയും നടത്തി. 2020-ലെ സംസ്ഥാന ഊർജ്ജ സംരക്ഷണ അവാർഡുകൾ പ്രഖ്യാപിച്ചു. വൻകിട, ഇടത്തരം, ചെറുകിട ഉപഭോക്താക്കൾക്കും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമാണ് അവാർഡ്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മോത്തിലാൽ വോറ അന്തരിച്ചു. 94 വയസ്സായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചിരുന്നു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ഇന്നലെ ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇന്ന് വൈകിട്ടോടെയാണ് അന്ത്യം. മോത്തിലാൽ വോറയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. ചരക്ക് സേവന നികുതി വരുമാനത്തിലെ കുറവ് പരിഹരിക്കുന്നതിനുള്ള ധനസഹായത്തിന്റെ ഭാഗമായി 6000 കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്തു. ഇതിൽ 5516.60 കോടി രൂപ 23 സംസ്ഥാനങ്ങൾക്കും 483.40 കോടി രൂപ കേന്ദ്ര ഭരണ പ്രദേശങ്ങളായ ഡൽഹി, ജമ്മുകശ്മീർ, പുതുച്ചേരി എന്നിവിടങ്ങളിലുമാണ് വിതരണം ചെയ്തത്. വൈദ്യുത ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കുമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി RK സിംഗ്. സേവനം മോശമായാൽ സേവനദാതാക്കൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകി. ഊർജ്ജ ഉപഭോക്താക്കളുടെ അവകാശം സംബന്ധിച്ച നിയമങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു ശ്രീ RK സിംഗ്. നിയമങ്ങളിലൂടെ ഉപഭോക്താക്കളെ ശാക്തീകരിക്കും. ഉപഭോക്താക്കൾ എത്രത്തോളം ശക്തരാണെന്ന് നിയമങ്ങളിലൂടെ ബോധ്യമാകണമെന്ന് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ISL ഫുട്ബോളിൽ കളി പുരോഗമിക്കുന്നു. ആദ്യ പകുതി പിന്നിട്ടപ്പോൾ ബംഗളൂരു FCക്കെതിരെ ATK മോഹൻ ബഗാൻ ഏകപക്ഷീയമായ 1 ഗോളിന് മുന്നിലാണ്. ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് ഇതുവരെ നൽകിയ കണക്ഷനുകളുടെ എണ്ണം 1 ലക്ഷം കവിഞ്ഞതായി സർക്കാർ. ഗ്രാമീണ ഭവനങ്ങളിൽ കുടിവെള്ളം പൈപ്പിലൂടെ ലഭ്യമാകുന്ന പദ്ധതിയാണ് ഇത്. പദ്ധതിയിലൂടെ ജല അതോറിറ്റി 1,13,332 ലക്ഷം കണക്ഷനുകളാണ് ഇതിനകം നൽകിയത്. നടപ്പ് സാമ്പത്തിക വർഷം 21 ലക്ഷം കണക്ഷനുകൾ നൽകുകയാണ് ലക്ഷ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 50% വീതം ചെലവ് പങ്കിടുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 716 പഞ്ചായത്തുകളിലായി 4,343 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത്. പ്രത്യേക വാർത്താ പ്രക്ഷേപണം കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AERnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. വാർത്തകൾ ഇനി നാളെ രാവിലെ 6:45-ന്.